ിട്ടുണ്ട് നാവികസേനയുടെ പരിശോധനയിലാണ് ഇന്ന് പ്രധാനപ്പെട്ട വസ്തുതകൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ലോഹഭാഗങ്ങൾ, അതായത് ഈ ഗിയർ ബോക്സിൻ്റെയോ അല്ലെങ്കിൽ ഹൗസിങ്ങിൻ്റെയോ ഭാഗങ്ങളായിട്ടുള്ള ഈ പൽചക്രങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ അർജുൻ്റെ വാഹനത്തിൽ ഇതെന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള കയറും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കയർ ഈ ഭാഗത്ത്, അതായത് കോൺടാക്ട് പോയിന്റ് 1-ൽ നിന്ന് ഏതാണ്ട് 15-20 മീറ്റർ അകലെയില്ല ആ ഭാഗത്തായിട്ട് അടിയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലാണ് കയർ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചു മാറ്റിയാണ് നാവിക സംഘം അത് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നത്. ഏതായാലും ആ മേഖലയിൽ കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. അവിടെ മരങ്ങൾ ധാരാളമായി നിലനിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ മരങ്ങൾ നീക്കിയാൽ മാത്രമേ അവിടെ പരിശോധന നടത്താൻ കഴിയൂ എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നു. അതായത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലം അത് തന്നെയാണ്. അതായത് 2 മണിക്ക് മുമ്പാണ് ഇത്തരം പരിശോധനകൾ നടത്തുകയും ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടെത്തുകയും ചെയ്തത്. പക്ഷേ അപ്പോൾ പോലും അവിടെ അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ വലിയ തരത്തിൽ നടന്നോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം അവലോകന യോഗം ചേരുന്ന ഘട്ടത്തിൽ ഈശ്വർ മാൽപ്പെ അടക്കമുള്ള ആളുകളെ അങ്ങോട്ട് വിളിച്ച് ചേർക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം മാൽപ്പെ ഏതാണ്ട് 4:30 കൂടി മാത്രമാണ് ഇവിടേക്ക് എത്തുന്നത്. അതിനുശേഷം ഒരു ഭാഗത്ത് മാത്രം പരിശോധന നടത്തുന്ന നിലയിലേക്കായിരുന്നു പോയത്. ഏതാണ്ട് 2 മണിക്കൂറോളം നാവിക സംഘം അവിടെ എത്തിയെങ്കിൽ, അവിടെ നിന്നെങ്കിൽ നിലയുറപ്പിച്ചെങ്കിൽ പോലും ഈ പുഴയിൽ ഇറങ്ങിയുള്ള മുകളിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം. ഇതിന്റെ നമ്പർ പരിശോധിക്കണമെന്നാണ് മുബീൻ പറഞ്ഞത്. ആ പൽചക്രമാണ്, അത് ഗിയർ ബോക്സിലെ പൽചക്രം, അത് ടാങ്കർ ലോറിയുടേതാണോ അതോ അർജുൻ്റെ ട്രക്കിൻ്റേതാണോ എന്നതാണ് അറിയേണ്ടത്. ഇപ്പോൾ പുഴയിൽ നിന്ന് കണ്ടെടുത്ത സാധനങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് അർജുൻ്റെ ട്രക്കിലെ ഗിയർ ബോക്സിൻ്റേതാണോ എന്ന് ഉറപ്പിക്കുന്നതിന് അതിലെ നമ്പർ ഭാരത് ബെൻസിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയൊരു രീതിയായിരിക്കും ഇനിയിപ്പോൾ മുബീനൊക്കെ സ്വീകരിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആ പൽചക്രം കണ്ടെടുത്തിരിക്കുന്നു, അതുമായാണ് പോകുന്നത്. നമുക്കൊപ്പം അർജുൻ കല്യാടും AK അഭിലാഷുമുണ്ട്. വിവരങ്ങൾ അവരിൽ നിന്ന് നമുക്ക് എടുക്കാമെന്ന് കരുതുന്നു. ആ പൽചക്രവുമായി അവർ മുകളിലേക്ക് കയറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിനി പരിശോധിക്കേണ്ടതുണ്ട്, അതിലെ നമ്പർ അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. വളരെ സുപ്രധാനമായ ഒരു വിവരമായിരിക്കാം. അത് മാച്ച് ചെയ്യുന്നത് ഏതുമായിട്ടാണ് എന്നത് അത് അർജുൻ്റെ വാഹനത്തിൻ്റെ, അതായത് അർജുൻ്റെ ട്രക്കിൻ്റെ ഗിയർ ബോക്സിലേതാണോ അതോ ബുള്ളറ്റ് ടാങ്കറിൻ്റേതാണോ എന്നതാണ് അറിയേണ്ടത്. എന്തായാലും ആ പൽചക്രം ഇപ്പോൾ അവർ കൊണ്ടുപോകുന്നതിനായി മാറ്റുന്നു. കണ്ടെടുത്ത വസ്തുക്കളുടെ കൂടെ അത് മാറ്റുന്നു. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പുഴയിൽ നിന്ന് കണ്ടെടുത്ത സാധനങ്ങൾ നേവി അത് പൂർണ്ണമായും മാറ്റുകയാണ്. അത് കൃത്യമായി പരിശോധനകൾക്ക് വിധേയമാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കരുതുന്നു. നേവി ഇന്നത്തെ തെരച്ചിൽ ഗംഗാവലി നദിയിൽ അവസാനിപ്പിക്കുകയാണ്. AK അഭിലാഷ്, പൽചക്രങ്ങൾ നേവിയുടെ വാഹനത്തിലേക്ക് മാറ്റിയല്ലേ? തീർച്ചയായിട്ടും നമ്മളതൊന്ന് ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടി അവരോട് ചോദിച്ചിരുന്നു. പക്ഷേ അവർ നൽകാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുകയും ചെയ്തത്. അത് അവർ പ്രൊസീജിയറിൻ്റെ ഭാഗം കൂടിയാണ്. ഏതായാലും അത്തരം സാധനങ്ങളൊക്കെ അവർ വാഹനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർ നവ്യാസ്ഥാനത്തേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന് കൈമാറാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാളെ ഏത് തരത്തിലായിരിക്കും തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ തെരച്ചിൽ ഏതാണ്ട് അവസാനിപ്പിക്കുമ്പോൾ നാളെ ഏതാണ്ട് ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് തന്നെ തെരച്ചിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് അവർ എത്തുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷം, അതായത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും എത്തരത്തിലുള്ള തെരച്ചിലായിരിക്കും നടത്തുക. പ്രത്യേകിച്ച് തിങ്കളാഴ്ചയോട് കൂടി മാത്രമാണ് ഡ്രഡ്ജർ ഇവിടെ എത്തിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് 4 ദിവസത്തിലേറെ സമയം ഇനിയുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് നേരത്തെ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. കാരണം ഗോവയിൽ നിന്ന് ഈ ഡ്രഡ്ജർ എത്തിക്കുമ്പോൾ ഈ കാർവാറിലെ റെയിൽവേ പാലമടക്കമുണ്ട്. ആ റെയിൽവേ പാലമടക്കം എങ്ങനെ കടത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നമുക്ക് ഒരുപക്ഷെ ഇവിടുന്ന് തന്നെ നോക്കിയാൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഭാഗത്ത് നിന്ന് ഏതാണ്ട് താഴ്ഭാഗത്തേക്ക് ഏതാണ്ട് ഒരു 600-700 മീറ്റർ മാത്രം താഴ്ചയിലേക്കാണ് ആ പാലം നിലനിൽക്കുന്നത്. ആ പാലത്തിന്റെ അടിയിലൂടെ വേണം ഈ മാൽപ്പെ തെരച്ചിൽ നിർത്തിയോ എന്നതുകൂടി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. MLA-മാർ ഒന്നിച്ചായിരിക്കാം ഒരുപക്ഷെ പ്രതികരിക്കുക. നമ്മുടെ അർജുൻ കല്യാട് എവിടെയാണ്? അർജുൻ, MLA-മാർ അടുത്തുണ്ടാകും അർജുൻ എന്നാണ് ഞാൻ കരുതുന്നത്. MLA-മാർ പ്രതികരിക്കാൻ തയ്യാറായി നിൽക്കുകയാണോ അർജുൻ? എന്ത് തോന്നുന്നു? അവരൊന്നിച്ച് എല്ലാ മാധ്യമങ്ങളെയും കാണാനാണോ ഉദ്ദേശിക്കുന്നത്?
മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ മന്ത്രിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കാം എന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും MLA മാർ ഇപ്പോൾ ആ സ്ഥലം സന്ദർശിച്ച് ഒരുപക്ഷെ തുടർ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിലയിരുത്തി മന്ത്രിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കാം എന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും MLA മാർ ഇപ്പോൾ ആ സ്ഥലം സന്ദർശിച്ച് ഒരുപക്ഷെ തുടർ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് ഇവിടെ പരിശോധന നടത്തുമ്പോൾ എടുക്കേണ്ട മുൻകരുതൽ ഉൾപ്പെടെ കൃത്യമായ തോതിലുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെയും ഡൈവിംഗ് തുടരുമെന്ന കാര്യമായിരുന്നു കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് നമ്മളോട് വ്യക്തമാക്കി. അപ്പോൾ നാളെയും നടത്തുന്ന ഡൈവിംഗ് എത്തരത്തിലായിരിക്കണം, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾ നാളെ സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് ഒരുപക്ഷെ തിരച്ചിലുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിൽ കൂടി അടുത്ത ദിവസങ്ങളിൽ ഡ്രഡ്ജർ എത്തുന്നവരെ ദിവസങ്ങളിൽ നടത്തുന്ന തിരച്ചിൽ അല്ലെങ്കിൽ ഡൈവിംഗ് ഏത് രീതിയിലായിരിക്കണമെന്ന കാര്യത്തിൽ കൂടി ഉള്ള ഒരു ആലോചനയും ഒരു തീരുമാനവും ഇവർ കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ കർണാടക ഫിഷറീസ് മന്ത്രി മംഗളവൈദ്യ ഇവിടത്തേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാത്തിരിപ്പാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ കൂടി എത്തിയതിനു ശേഷം ഔദ്യോഗികമായിട്ടുള്ള ഈ തെരച്ചിൽ സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം ലഭിക്കുമെന്ന് നമ്മൾ കരുതുന്നുണ്ട്. നേരത്തെ മന്ത്രിമാരോട് അല്ലെങ്കിൽ MLA മാരോട് അനൗദ്യോഗികമായി സംസാരിക്കുന്ന സമയത്ത് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ളത് അത്തരത്തിലാണ്. അതായത് അവർ അല്പസമയത്തിനകം തന്നെ ഇവിടത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രതികരിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് അനൗദ്യോഗികമായി പങ്കുവച്ചിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹം അല്ലെങ്കിൽ ഈ മന്ത്രി ഇവിടത്തേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അവർ വന്നതിന് ശേഷമായിരിക്കും ഔദ്യോഗിക പ്രതികരണം നടത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.